കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായെരിഞ്ഞ സന്ധ്യ മയങ്ങി. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരണിഞ്ഞ രാത്രി തളർന്നു. തിരയിളകുന്നു, നുര ചിതറുന്നു ഇരുളിൻ തീരങ്ങളിൽ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി. കുഴിയുടെ പൈസ കൊടുക്കാണ്ട് തന്നെയല്ല നമ്മളെ മോമക്കാണ്ട് മോളെ കല്യാണമല്ലേ, 2000 പൈസ എല്ലാം കൊടുക്കോ? അല്ലടോ, എനക്ക് എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? 5 പൈസക്ക് ഗതിയില്ലാത്ത ഇവനോട് ഇനി എന്ത് ചോദിക്കാനാ? ഇനി 2000 റുപ്യല്ലേ, കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വരുന്നുണ്ട്. എന്താണെന്നറിയോ മാഷേ, അത് ഞങ്ങൾ തമ്മിലൊരു ബന്ധം വേറെ ഉണ്ട്, അത് മാഷക്ക് മനസ്സിലാകില്ല. വേണ്ട, മതി. കുറെ നാളെ ക്ഷമിക്കുന്നു, പറഞ്ഞു പഠിക്കണം. ഇവിടെ 2 ദിവസത്തെ അവധിയോട് ഞാൻ തരും. അതിന്റെ ഇടയ്ക്ക് എന്റെ പൈസ കിട്ടിയില്ലെങ്കിൽ രാഘവ, ഞാനൊരു വരവോടി വരും. രാഘവ, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ ഈ മുകുന്ദനെ എങ്ങനെ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? മാഷേ, 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കൊയിലാണ്ടി കടപ്പുറത്തെത്തിയതാണ്. അന്ന് എനിക്കും എന്റെ കുടുംബത്തിനും തലയാക്കാൻ ഒരു കൂര എന്നത് ഈ മുകുന്ദന്റെ അച്ഛനാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ സ്വന്തം മക്കളെ പോലെ ആയിരുന്നു. പിന്നീട് ഈ കടലിൽ മത്സ്യങ്ങൾ ഉൾവലി എന്നൊരു പ്രതിഭാസം വന്നപ്പോൾ എനിക്കും എന്നെ പോലെ ഒരുപാട് ആളുകൾക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. കയ്യിൽ കാശില്ലാതായി. കയ്യിൽ കാശില്ലാതായപ്പോ ഈ മൂന്നിനോട് കുറച്ച് പൈസ ഞാൻ കടം വാങ്ങി. അവനിപ്പോ എന്നെ തല്ലിയത്. കൊടുക്കാൻ ഒരു ഗതിയും ഇല്ലാഞ്ഞിട്ട. അതേസമയത്ത് മൂന്നിന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ തല്ല് കൊള്ളണ്ടായിരുന്നു. നിനക്ക് ശ്രീധരനോടൊക്കെ കുറച്ച് പൈസ ചോദിച്ചൂടെ? ശ്രീധരന്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയോ? ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്നവനാ. നിങ്ങൾ 2 ആളും വലിയ സുഹൃത്തുക്കളല്ലായിരുന്നോ? ഇപ്പൊ എന്നെ സഹായിക്കാൻ ആരുമില്ലേ? എന്റെ കയ്യിലും കാശില്ലെന്ന് എന്റെ സ്ഥിതി പൂർണ്ണമായിട്ട് എനിക്കറിയുന്നതാ. നീ ശ്രീധരൻ ആവശ്യത്തിലധികം കുറെ സഹായിച്ചിട്ടില്ലായിരുന്നോ? ഇപ്പൊ ഒന്നും അവനോടത് ചോദിക്കാൻ പറ്റൂലേ? അതൊന്നും തിരിച്ചു തരാൻ അവനെ കൊണ്ട് പറ്റിയല്ല. എന്റെ കയ്യിലൊന്നുമില്ല. അല്ല രാഘവ, നിനക്ക് എന്റെ അനുജനായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കിക്കൂടെ? ഓൻ അത്യാവശ്യം കാശൊക്കെ ഉള്ള ആളാണല്ലോ. അനിയന് കാശൊക്കെ ഉള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാ ഓന്റെ ഭാര്യ എന്റെ ഭാര്യയും തമ്മിൽ ഒക്കെയില്ല. അവര് തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. അതൊന്നും ഇനിയിപ്പം പ്രശ്നമാക്കണ്ട. ഈ സമയത്ത് നീ എന്റെ അനുജനായിട്ട് ബന്ധപ്പെടും. എത്രയായാലും അനിയനല്ലേ, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ രാജു. ഞങ്ങളുടെ ഏട്ടൻ ഇവിടെ കുറച്ച് പ്രയാസത്തിലാടോ. പണിയൊന്നുമില്ല, പട്ടിണിയാണ് കുടുംബം. ഞാനെല്ലാം കൂടി മക്കളെയൊക്കെ കൂട്ടി അങ്ങോട്ട് വരട്ടെ. ഏട്ടൻ വന്നോ? ഏട്ടാ, അങ്ങളിപ്പം അങ്ങോട്ട് വരണ്ട, ഭാര്യ സമ്മതിക്കുന്നില്ല. രാഘവ, എന്റെ എല്ലാ കഥയും ഞാൻ അറിഞ്ഞു. എന്റെ വിഷമവും എന്നോടും പറഞ്ഞു. എന്നോട് മാത്രം പറഞ്ഞില്ലല്ലേ? അതുകൊണ്ടല്ലടോ, എന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ എനിക്കറിയാലോ. ആ കൂട്ടത്തിൽ ഞാനും കൂടി വെറുതെ എന്തിനാ എന്റെ ബുദ്ധിമുട്ട് തന്നെ അറിയിക്കുന്നതിന് വിചാരിച്ചിട്ടാ. ഞാൻ അറിഞ്ഞാൽ മതിയല്ലോ. രാഘവ, നീ എനിക്ക് വാങ്ങിത്തന്ന ഓരോ ചായ, ഈ പെങ്ങൾ എനിക്ക് തന്ന ഓരോ പിടി പറ്റും. ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഇതൊന്നും നിനക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട് രാഘവ. ഇന്ന് എന്നെ സഹായിക്കാൻ ഒന്നുമില്ല. ഇത് മാത്രം ഇത് കൊണ്ടുപോയി നീ തൽക്കാലം
നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയ കൂട്ടുകാരാ. രാഘവ, കടല് സത്യമുള്ളതാണോ? ചതിക്കില്ല. നീ എവിടെയും പോണ്ട. നിന്നെ കടൽമയ്ക്ക് വേണം, പിന്നെ ഞങ്ങൾക്ക് അതല്ലമ്മേ എനിക്കും വേണം.